ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രിയാമണി ഒരു പാത്രമൊക്കെ ആയിട്ട് മഹേഷിന്റെ റൂമിലേക്ക് കയറാണ്. മഹേഷ് പറയണ്ട്, അമ്മ വീണ്ടും വന്നോ? ഒരാള് കിടപ്പിലാവുമ്പോഴാ മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ള മനസ്സിൽ എന്താന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ? അമ്മയുടെ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. ഞാൻ അമ്മയുടെ മോളത്ത് പറഞ്ഞതാണ് എന്നെ ഉപേക്ഷിച്ച് പോയിക്കോളെ, ഞാനില്ലാതെ അയാൾ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അയാളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ എല്ലാം പറഞ്ഞു. അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണല്ലോ. അയാൾക്ക് താലി അഴിച്ചു വെക്കാൻ മാത്രം ഞാൻ പറയാതിരുന്നുള്ളൂ, ബാക്കി എല്ലാ രീതിയിലും ഞാൻ എല്ലാം പറഞ്ഞു നോക്കി. പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ലമ്മേ. ഞാൻ എന്ത് ചെയ്യണം? താലി അഴിച്ചു വെക്കാൻ പറയണത് നല്ലൊരു ഭർത്താവിന്റെ കടമയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ പ്രിയാമണി പറയണ്ട, മോനെ മതി, ഇനി നീ ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കല്ലേ, കുത്തി വേദനിപ്പിക്കല്ലേ എന്ന് പറയണ. ശരിയാ, ഞാനൊരു സ്വാർത്ഥിയായിട്ടുള്ള അമ്മയായി മാറി, എന്നോട് ക്ഷമിക്കും മോനെ, എനിക്കിപ്പോ പറഞ്ഞതിലൊക്കെ കുറ്റബോധമുണ്ട് എന്ന് പറയാണ്. അധികം മഹേഷ് പ്രിയാമ്മയുടെ മുഖത്തേക്ക് നോക്കാണ്. പ്രിയാമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പ്രിയാമണി പറയണ്ട, മോൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, രണ്ട് പെമ്മക്കളുടെ ജീവിതം ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഏതൊരു അമ്മക്ക സമനില തെറ്റുന്നത്? എന്റെ അഷിതമോളുടെ വിവാഹ ജീവിതം മോനെ അറിയാലോ. ഇഷിതയുടെ ആണെന്നുണ്ടെങ്കിലോ വിവാഹം കഴിഞ്ഞ ആ കതിർ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ താലിമാല ഊരി കൊടുക്കേണ്ടി വന്നു അവൾക്ക്. വേറെ ഏത് പെണ്ണിനുണ്ടാവും ഇതുപോലത്തെ ഒരു ദുരാവസ്ഥ? അതും അവൾ ഇനി ഒരിക്കലും ഒരു അമ്മയാവില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതി. അതിനുശേഷം മഹേഷായിട്ടുള്ള കല്യാണത്തിന് അവള് സമ്മതിച്ചു. നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ ശേഷം അവള് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു അവൾക്ക് അമ്മയാവാൻ ഒരു കുഴപ്പമില്ലെന്ന്. ശേഷം അവൾ അമ്മയായില്ല. അതൊക്കെ അറിയുമ്പോ ഏത് മനസ്സാ മോനെ വേദനിക്കാത്തത്? ഞാൻ ആ സമയത്ത് സ്വാർത്ഥയായി പോയി. പിന്നീട് എനിക്ക് മനസ്സിലായത് എന്റെ മോള് ഒരു അമ്മയാവാനല്ല, നിന്റെ ഭാര്യ ആവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവന്റെ പ്രാണനാണ്, അവളുടെ പ്രാണനാണ് മഹേഷ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള നിന്റെ അടുത്തുനിന്ന് അവളെ പറിച്ചുകൊണ്ട് പോയിക്കിന അവളുടെ പ്രാണൻ എടുക്കുന്ന പോലെ ആവില്ലേ? അത് അങ്ങനത്തെ ഒരു സ്വാർത്ഥയായിട്ടുള്ള അമ്മ എനിക്കാവണ്ട. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ മാത്രം മതി എനിക്ക് എന്ന് പ്രിയാമണി പറയാണ്. അപ്പോ മഹേഷ് പറയണ്ട, അമ്മേ ഞാൻ അമ്മക്ക് വാക്ക് തരുവാണ്, ഇനി മഹേഷും ഇഷിതയും രണ്ടായിരിക്കില്ല ഒന്നായിരിക്കും എന്ന് പറയാണ്. എന്തായാലും മോനെ വിഷമിപ്പിച്ചതിലൊക്കെ അമ്മക്ക് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിലൊരു പായസം എടുത്തിട്ട് മഹേഷിനെ കൊടുക്കാട്ടോ. മോൻ കുടിക്ക് എന്ന് പറയാണ്. അമ്മ ഒരു കാര്യം ചെയ്യ്, ഈ പായസം എല്ലാവർക്കും കൊടുക്ക് എന്ന് പറയാണ്. മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടി. എന്നാ ഞാൻ പോയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ആ പായസം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാട്ടോ. മാഷാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചായ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് പ്രിയാമണി അവിടേക്ക് വരുന്ന, മാഷ് ഒറ്റക്ക് ചായ ഉണ്ടാക്കി കുടിച്ചോ? ഞാൻ വന്നിട്ട് ഉണ്ടാക്കി തരുമായിരുന്നല്ലോ മാഷെ. അല്ല, തന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പ്രസന്നത. അല്ല, സാധാരണ ദേഷ്യത്തിലടക്കോളം ഇരിക്കുന്നത്, എന്തു പറ്റി? എന്തോ സന്തോഷകാരി ഉണ്ടല്ലോ. അതെ മാഷെ, ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി പോയതാ, കുറച്ച് പായസം ഉണ്ടാക്കി കൊടുത്തു. ഓഹോ, എന്നിട്ട് മധുരം കൊടുത്തിട്ട് വല്ല കയ്പുള്ള വാക്കും പറഞ്ഞോ? ഇല്ല മാഷെ, എനിക്ക് മനസ്സിലായി എന്റെ മോളുടെ മനസ്സ് ഞാൻ വേദനിപ്പിക്കുകയാണെന്ന്. അവൾക്ക് മഹേഷിന് ഒരുപാട് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി, അവളുടെ പ്രാണനാണെന്ന് മനസ്സിലായി. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തിനാ അവളുടെ ജീവിതം കൊത്തിയെടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായോണ്ടാ ഞാൻ പിന്നെ മഹേഷിനോട് പോയി മാപ്പ് പറയാന്ന് വിചാരിച്ചു. അവൻ എന്റെ മനസ്സ് മനസ്സിലായത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓക്കെ ആയി. ഓഹോ, അപ്പൊ അമ്മായിയമ്മയും മരുമോനും ഒന്നായല്ലേ എന്ന് പറയാണ്. അതെ മാഷെ, മനസ്സിലെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചപ്പോ ഒരു സമാധാനം എന്ന് പറയുമ്പോ മാഷ് പറയണ്ട്, അതല്ലയുടെ പ്രിയാമണി ഞാൻ തന്നോട് എപ്പോഴും പറയാറുള്ളത്, ഇഷിതക്ക് മഹേഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലടോ. അവർ രണ്ടുപേരും അത്രമാത്രം സ്നേഹിച്ച് ജീവിക്കുന്നുണ്ട്. മഹേഷിനും അങ്ങനെ തന്നെയാണ്. ഇഷിത എന്ന് വെച്ചാൽ ജീവനാണ് എന്ന് പറയാണ്. ഇനി നമുക്ക് അവരെ അവരുടെ വഴിക്ക് വിടാം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മഹേഷിന് നല്ല ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം ആത്മവിശ്വാസം കൊടുക്കുന്നോ അത്രത്തോളം അവൻ സുഖപ്പെട്ട് പെട്ടെന്ന് തന്നെ വരും. അതിനുശേഷം അവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയാണ്. അതേ മാഷെ എന്ന് പ്രിയാമണി പറയുന്നു കേട്ടോ. ശേഷം മഹേഷ് രാത്രിയായിട്ടും പായസമൊക്കെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. അത് കണ്ടിട്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹലോ മഹേഷ് ചന്ദ്രൻ, ഇതെന്താ പായസമൊക്കെ ആയിട്ട്? ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? അച്ഛന്റെ പിറന്നാളാണോന്ന് എന്ന് ചോദിക്കുമ്പോ ഇല്ലടോ, ഇതേ അമ്മ ഉണ്ടാക്കിയ പായസ ആണോ? അതെ. ആ, ഞാൻ വിചാരിച്ച പ്രിയാമണി അമ്മക്ക് മാത്രമേ നല്ലതായിട്ട് പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. കാരണം എന്റെ അമ്മ നന്നായിട്ട് പായസം ഉണ്ടാക്കിയേ. ഇത് സ്വപ്നവല്ലി അമ്മ ഉണ്ടാക്കിയതാണോ? നോക്കട്ടെ, താൻ കുടിച്ചു നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എന്റെ അമ്മയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് തരന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ഇഷിത വായിലേക്ക് വെക്കുക കേട്ടോ. ഹായ്, ഇത് സൂപ്പർ ടേസ്റ്റ് ആണല്ലോ. ഓ, സ്വപ്നവല്ലി അമ്മക്ക് അപ്പൊ നന്നായിട്ട് പായസം വെക്കാൻ അറിയാലേ. എന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്, അമ്മയുടെ ടേസ്റ്റ് പോലെ തന്നെയുണ്ട്. അപ്പൊ സ്വപ്നവല്ലി അമ്മ പായസം ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് ഇഷിത പറയുമ്പോ, എടോ ഇത് എന്റെ അമ്മ ഉണ്ടാക്കിയതല്ല, തന്റെ അമ്മ ഉണ്ടാക്കിയതാ. അമ്മയോ?
അമ്മ പായസം തരാൻ ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇഷിത. അതേടോ, തന്റെ അമ്മയിന്ന് പായസം തരാൻ വേണ്ടി ഇവിടേക്ക് വന്നിരുന്നു. എന്നിട്ട് മഹേഷിനെ പായസം തന്നിട്ട് കൈപ്പുള്ള വാക്കെന്തേലും അമ്മ പറഞ്ഞോ? ഇല്ലടോ, അവരെന്നോട് ഒരുപാട് വിഷമങ്ങളും വേദനകളാണ് പറഞ്ഞത്. താൻ പറഞ്ഞത് ശരിയാടോ. പ്രിയാമണി അമ്മ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ ഒന്ന് സംസാരിക്കുന്ന ടൈപ്പല്ല. അവരുടെ ഉള്ളിൽ എന്ത് തോന്നണോ അവര് തുറന്നു പറയും. നിഷ്കളങ്കിയ അവര്. അപ്പോ ഇഷിത പറയണ്ട്, അതെനിക്ക് അറിയാലോ, അതുകൊണ്ട് അമ്മേനെ പറ്റിക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണല്ലോ ഞാൻ അമ്മേനെ പറ്റിച്ചത്. ആ, അമ്മ കുറെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു, എന്നോട് ഒരുപാട് സോറി ഒക്കെ പറഞ്ഞു. ഇനി നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അമ്മ. അതെ, ഇനി നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്തു കൊടുക്കാനുള്ളത് നമുക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറയണ. അപ്പോഴേ അവർക്ക് സമാധാനമുള്ളൂ. ഇനി ഇഷിതയും മഹേഷും രണ്ടല്ല ഒന്നാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ഇഷിതയും പറയുന്നുണ്ട്, അമ്മക്ക് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായെങ്കിൽ വളരെ നല്ല കാര്യം. അച്ഛന്റെ പിന്തുണ ഉണ്ടാവുമായിരിക്കും അല്ലേ എന്ന് മഹേഷ് പറയുമ്പോ, അച്ഛൻ പറഞ്ഞാലും അമ്മ അത് കേൾക്കും. പക്ഷെ അമ്മക്ക് ശരിയാണെന്ന് തോന്നുന്നത് മാത്രമേ അമ്മ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് മാത്രമേ അമ്മ തുറന്നു സംസാരിക്കുള്ളൂ. അപ്പോ ഈ കാര്യത്തിൽ എന്തായാലും അമ്മ നമ്മുടെ കൂടെയാ അല്ലേ? അതെ എന്ന് പറയാണ്. അങ്ങനെ ഇഷിതക്കും വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നും കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ മാധവിനെയാണ്. രാവിലെ ഇറങ്ങി പോണ സമയത്ത് മനസ്സിന് വേണ്ടടാ മാധവേ, നിക്കട അവിടെ. ഇന്നലെ രാത്രി പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർമ്മ വരാനാ? മൂക്കറ്റം വെള്ളത്തിലല്ലേ നീ വന്നത്, അതുകൊണ്ട് നിനക്കൊന്നും ഓർമ്മയുണ്ടാവില്ല എന്ന് പറയുമ്പോ മാധവ് വേണ്ട, അതെ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. വെള്ളം അടിക്കുമ്പോ ബാക്കിയുള്ളതൊക്കെ ബോധപൂർവം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം തന്നെ. എല്ലാത്തിനും കാരണക്കാരി നിങ്ങളാണ്. മര്യാദയ്ക്ക് ഇഷിതടുത്ത് പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്തിനാടാ ഞാൻ അവളോട് നടന്ന സംഭവങ്ങളൊക്കെ പറയണത്? അല്ല, നിങ്ങൾ ഡോക്ടർ ദേവികക്ക് വാക്ക് കൊടുത്തതല്ലേ നിങ്ങൾ എല്ലാ സത്യങ്ങളും ഇഷിതടുത്ത് പറയാന്ന്. എടാ ഡോക്ടർ ദേവിക അവരിനെ എന്ത് പറഞ്ഞിട്ടാ ഭീഷണിപ്പെടുത്തിയത്? അതും കൂടി നീ കേട്ട് കാണുമായിരിക്കുമല്ലോ. ഇന്നലെ നീ എല്ലാം ഒളിഞ്ഞു കേട്ടതാണല്ലോ. അങ്ങനെ നീ അതും കൂടി കേട്ട് കാണുമായിരിക്കുമല്ലോ. അതായത് നിന്നോട് എല്ലാ സത്യങ്ങളും അവര് തുറന്നു പറയുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടല്ലേടാ ഞാൻ എല്ലാം ഇഷിതടുത്ത് പറയാന്ന് പറഞ്ഞ് സമ്മതിച്ചത്. ഇനി ഞാൻ എന്തിനാ പേടിക്കണത്? സത്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലേ. ഇനി എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആ ദേവിക അവർക്കൊരു നാണമില്ല മാനമില്ല. അന്ന് അവർ കൈനീട്ടി പണം മേടിച്ചപ്പോ അവർക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർക്ക് വല്ലാത്തൊരു കുറ്റബോധം എന്ന് പറയാണ്. എന്നാൽ നിങ്ങൾക്കൊരു കുറ്റബോധം ഇല്ലല്ലേ? ഞാനിതിന്റെ കുറ്റബോധം പെടുന്നത് നിങ്ങളെ ഞാൻ അഴി എണ്ണിപ്പിക്കും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇതിന് ശിക്ഷ അനുഭവിക്കും. എന്ത് ശിക്ഷ? ഈ സത്യം ഇഷിതറിന് എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അവൾ എവിടെ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കും. കംപ്ലൈന്റ് കൊടുത്താലും അവളുടെ മഹേഷിന്റെ വിവാഹം കണ്ടിട്ട് ഇത്രയും നാളെ അവൾക്കൊരു കുഞ്ഞുണ്ടായോ? പിന്നെ അവള് ട്രീറ്റ്മെന്റിന് പോയി. അപ്പൊ കോടതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആളുകൾ അതല്ലേ ചോദിക്കുള്ളൂ. അവൾക്കൊരു കുഴപ്പമില്ലാത്ത അവൾ എന്താ ഇത്ര തൊട്ട് അമ്മയാവാതിരുന്നത്? എന്തിനാ അവള് ട്രീറ്റ്മെന്റിന് പോയത്? അപ്പൊ അവൾക്കൊരു കുഴപ്പമുണ്ടെന്നല്ലേ വിചാരിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. മാധവ് പറയുന്നത് നിങ്ങളുടെ വല്ലാത്തൊരു ജന്മം തന്നെയാട്ടെ. അതേടാ, വല്ലാത്തൊരു ജന്മം തന്നെയാ. അപ്പോഴേക്കും ലയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാധവ്, നീ ഇപ്പൊ എവിടേക്ക് പോവാ? ഇഷിതനെ കണ്ട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവാണോ? നീ അങ്ങനെ പറയരുത്. പറഞ്ഞാ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. നീ എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്? ഇവരുടെ ശാപമോ ഇതും കാര്യങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്തായാലും ഞാൻ ഇഷിതടുത്ത് ഒന്നും പറയില്ല. പക്ഷെ ഇവര് പറയും. ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിരിക്കും. നീ പിന്നെ തുടങ്ങാൻ വേണ്ടി പോവാണോ എന്ന് മാധവിനോട് മനസ്സിൽ ചോദിക്കുമ്പോഴേക്കും, അതേമേ നിർത്തിയെടുത്ത് വെച്ച് ഞാൻ വീണ്ടും തുടങ്ങാൻ വേണ്ടി പോവാ. നിങ്ങൾ അനുഭവിക്കും, അല്ലെങ്കിൽ ഈ മാധവ് അനുഭവിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് മാധവ് അവിടെ നിന്ന് ഇറങ്ങി പോണിട്ടോ. മാധവ് പോയിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് മനസ്സിനടുത്ത്, ഇനി എങ്ങാനും ആ ഇഷിത സത്യങ്ങളൊക്കെ അറിഞ്ഞ് അവൾ എങ്ങാനും അമ്മയായി കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി അവൾക്ക് കുഴപ്പമുണ്ടാവോ അമ്മേ? കുഴപ്പമുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ അവൾ ട്രീറ്റ്മെന്റിനൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ മനസ്സിനെയും പറയുന്നിട്ട് അവിടെ അങ്ങ് നിൽക്കുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കണത് നമ്മുടെ മാധവിനെയാണ്. മാധവ് കുറച്ചു ദൂരം വണ്ടിയിൽ യാത്ര ചെയ്തതിനു ശേഷം പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കാട്ടോ. അതായത് മുമ്പ് ഇഷിതയായിട്ട് പ്രണയിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഇഷിതയായിട്ട് കടപ്പുറത്ത് പോയതും രണ്ടുപേരും തമ്മിൽ തോളോട് തോളിട്ട് കൈയിട്ട് നടന്നതൊക്കെ തന്നെ ആലോചിച്ചിട്ട് മാധവ് ആകെ പൊട്ടിക്കരയാണ്. മാധവ് വിചാരിക്കുന്നുണ്ട്, ഈശ്വര എന്തൊരു ശപിക്കപ്പെട്ട ജീവിതം എന്റെ. അന്ന് ഇഷിതൻ അത്രമാത്രം പ്രണയിച്ചു, വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹത്തിലേക്ക് എത്തി. വിവാഹം കഴിഞ്ഞ് എന്റെ അമ്മ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഞാൻ അവളെ കഴുത്തിന് താലി ഊരി വാങ്ങിച്ചു. അന്ന് അമ്മയുടെ വാക്ക് കേൾക്കാതെ അവളുടെ കൈ പിടിച്ച് ഞാനും കതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3-4 മാസം കഴിയുമ്പോൾ ഇഷിത ഗർഭിണിയാകും. അന്ന് ഇഷിത ഗർഭിണിയല്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ അമ്മ തന്നെ പിന്നീട് അത് അമ്മക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നാനെ. എന്തായാലും ഈ ഭാരം ചുമന്നടക്കാൻ എനിക്ക് വയ്യ. ഇഷിതയെടുത്ത് ഒരുപാട് തെറ്റ് എന്റെ അമ്മ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഒരിക്കലും മറച്ചു വെക്കാൻ പാടില്ല. ഇഷിതയെടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അവളോട് പറയണം അവൾക്കൊരു അമ്മയാവാൻ സാധിക്കുന്നു. അവൾ അമ്മയാവട്ടെ, അങ്ങനെയെങ്കിലും എന്റെ അമ്മ തോൽക്കട്ടെ എന്ന് മാധവ് വിചാരിക്കാട്ടോ. പിന്നീട് കാണിക്കുന്ന സാന്ദ്രനെയാണ്. സാന്ദ്ര സൈബർ സെല്ലിലെ ഓഫീസിലേക്ക് പോയിരിക്കാട്ടോ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ എന്ന് ചോദിക്കുമ്പോ ഞാൻ എസ് ഐ സാന്ദ്രയാണ്. ഓ മാഡം, വരൂ മാഡം, ഇരിക്കും മാഡം എന്ന് പറയാണ്. എനിക്ക് നിങ്ങളൊരു സഹായം വേണം. തീർച്ചയായിട്ടും മാഡം, നിങ്ങളെപ്പോലുള്ളവർ സഹായിക്കുക, അതിനാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് പറയാണ്. അതെ,
കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് റോഡ് ആക്സിഡന്റ് ആണ് പോലീസ് വിധി എഴുതിയേക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, അതൊരു കൊലപാതക ശ്രമമായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എനിക്കറിയേണ്ടത് ആ സമയത്ത്, അതായത് 9:30ക്കും 10 മണിക്കും ഇടയില് ആ ഫ്ലാറ്റിന്റെ ആ ഒരു CCTV ഇരുന്ന അല്ലെങ്കിൽ പ്രതിയുടെ, അതായത് ആക്സിഡന്റ് സംഭവിച്ച വണ്ടി ഇരുന്ന സ്ഥലത്ത് ഏതെങ്കിലും ആ ടവർ ലൊക്കേഷനിൽ കോള് വന്നിരുന്നോ എന്ന് എനിക്ക് അറിയണം. അത് ഞങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു തരാം മാഡം എന്ന് ആ ഓഫീസർ പറയാണ്. സാന്ദ്ര പറയുന്നുണ്ട്, അത് മാത്രം പോരാ, പിന്നീട് ഈ ഫയലിലുള്ളത് ആക്സിഡന്റ് നടന്ന ലൊക്കേഷനാണ്. ഇവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ എന്തൊക്കെ കോള് വന്നിരുന്നു എന്ന് നോക്കണം. എന്നിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ കോള്, അതായത് കാറ് കിടന്ന, അതായത് കാറിന്റെ ബ്രേക്ക് പോയെന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലെ ആ നമ്പറും അതുപോലെ തന്നെ ആക്സിഡന്റ് സംഭവിച്ച നമ്പറും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, അവര് തമ്മിൽ ഒറ്റ നമ്പർ ആണോ എന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അത് കണ്ടുപിടിക്കാൻ കുറച്ച് താമസം എടുക്കും മാഡം, എന്നാലും ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് മേഡത്തെ വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ശേഷം കാണിക്കുന്നത് മാധവിനെയാണ്. മാധവ് ഇഷിതയുടെ മൊബൈലിലേക്ക് ഫോൺ വിളിക്കാട്ടോ സത്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇഷിത ഓഫീസിൽ, അതായത് എന്താണ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് കോള് വരുന്നത്. ഇഷിത ഫോൺ നോക്കുമ്പോഴേക്കും മാധവാണല്ലോ വിളിക്കുന്നത്. ഇനി മാധവിന്റെ ഫോൺ എടുത്താൽ ശരിയാവില്ല. ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും തന്നെ വേണ്ട, പിന്നെ വെറുതെ എന്തിനാ മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാക്കണത് എന്ന് ഇഷിത വിചാരിക്കുകയാണ്. പിന്നെ മാധവിന്റെ കുടുംബജീവിതം തകരാനും ഇത് മതി. എന്തായാലും മാധവിന്റെ ഫോൺ എടുത്തിട്ട് ഇന്ന് രണ്ടിലൊന്ന് പറയണം, ഇനി വിളിക്കണ്ടെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഫോൺ എടുക്കാണ്. ഹലോ എന്ന് പറയുമ്പോ, ഹലോ ഇഷിത, ഞാൻ മാധവാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത ഫോണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളെ ഇഷിത എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ മാധവ് സത്യങ്ങളൊക്കെ ഫോണിലൂടെ തുറന്നു പറയും. പക്ഷെ ഇഷിത അതൊന്നും കേൾക്കില്ല. ഇഷിത മാധവിനോട് സംസാരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഫോൺ മാറ്റി പിടിക്കും കയ്യിൽ നിന്ന്. ആ സമയത്താണ് മാധവ് സത്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ദേവിക അടുത്ത് മനസ്വിനി പറയുന്നുണ്ട്, ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്ന് പറയാണ്. മനസ്വിനി അടുത്ത് ചോദിക്കേണ്ടത്, ഡോക്ടർ ദേവികക്ക് എന്താ ഇത്ര കുറ്റബോധം ഉണ്ടാവും, കാര്യം എന്താണ്, നിങ്ങളൊന്ന് പൈസ മേടിച്ചതല്ലേ, ഡോക്ടർ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ മനസ്വിനി പറയുന്നുണ്ട്. ഡോക്ടർ ഇഷിതനെ കാണാൻ വേണ്ടി ദേവിക ഇഷിതയുടെ അടുത്തേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ. ഇഷിതക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇഷിത ചോദിക്കേണ്ട, ദേവികക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, എപ്പോ വന്നാലും എന്തോ പറയാനുള്ള പോലെ വരും, പക്ഷെ ഒന്നും പറയാറില്ല, എന്താ ഡോക്ടർ ദേവിക എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇഷിത ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ദേവിക അടുത്ത് മകള് പറയുന്നുണ്ട്, അതായത് അവരുടെ മകള് പറയുന്നുണ്ട്, അമ്മേ സത്യങ്ങളൊക്കെ അമ്മ മനസ്സ് തുറന്ന് ഇഷിത അടുത്ത് സംസാരിക്കണം, ഡോക്ടർ ഇഷിത അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയണം, എങ്കിൽ മാത്രമേ അമ്മ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തോ പരിഹാരം ഉണ്ടാവുള്ളൂ അമ്മേ എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.